നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ട്ണർ ആധാർ ഗോൾഡ് ആൻഡ് പ്രഷ്യസ്. പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിന് തുടക്കം. പൂക്കോട്ടൂർ ഖിലാഫത്ത് മെമ്മോറിയൽ ഇസ്ലാമിക് സെന്റർ ക്യാമ്പസിൽ ആരംഭിച്ച ക്യാമ്പ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അത് ഹജ്ജ് യാത്ര, ജേർണി ഓഫ് എ ലൈഫ് ടൈം എന്നാണ് ഹജ്ജ് യാത്രയെ BBC വിശേഷിപ്പിക്കാറുള്ളത്. ലോകത്തെ പ്രമുഖ ന്യൂസ് ചാനലാണ് BBC, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. അവർ ഹജ്ജിനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കാറ്, ഒരു ആയുസ്സിൻ്റെ യാത്രയായിട്ടാണ്. ഹജ്ജ് യാത്രയെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അത് 100% ശരി തന്നെയാണ്. ജീവിതത്തെ ശുദ്ധീകരിക്കാനുള്ളൊരു യാത്ര കൂടിയായിട്ടാണ്. മനുഷ്യ ജീവിതത്തിലെ നെട്ടോട്ടത്തിനിടയിൽ വീഴ്ചകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ സ്വാഭാവികമായും വന്നു ചേരാകുന്ന ഒരവസ്ഥ. മനുഷ്യജീവിതം അങ്ങനെയാണല്ലോ. അവിടെ അതിൽ നിന്നൊക്കെ മുക്തി നേടിക്കൊണ്ട് സമ്പൂർണമായ പാപ വിമോചനത്തിൻ്റെ ഹൃദയവിശുദ്ധിയുടെ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരുവാനുള്ള അവസരമാണ് ഹജ്ജ് യാത്ര എന്ന്. അതൊരു ഇബാദത്താണ്. അതിനെ പരമാവധി നമ്മൾ കുറ്റമറ്റ രീതിയിൽ തന്നെ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു യാത്ര പോകുമ്പോൾ ആ യാത്രയ്ക്ക് നമ്മൾ പാഥേയം കൊണ്ടുപോകാറുണ്ട്. യാത്രാ സാമഗ്രികൾ, യാത്രയിൽ ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ, മറ്റു കാര്യങ്ങൾ, സൗകര്യങ്ങൾ, ഇതൊക്കെ അതാണ് പാഥേയം. ഇതൊരു ഹജ്ജാജിയുടെ പാഥേയം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഹജ്ജിനെ കുറിച്ചുള്ള അറിവുകളാണ് എന്നുള്ളതാണ്. അവിടെ പോയി നമുക്ക് അധികം സമയം ചിലവഴിക്കാനില്ല. ഹജ്ജ് യാത്ര ഒരു എളുപ്പമുള്ള സംഗതിയൊന്നുമല്ല. ലക്ഷക്കണക്കായ ആളുകൾ അവിടെ അറഫയിൽ ഒത്തുചേരുന്നു, മിനായിൽ ഒത്തുചേരുന്നു, മുസ്ദലിഫയിൽ ഒത്തുചേരുന്നു. വിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ ഹറമിൽ കഅബയുടെ ആ പരിസരത്ത് തവാഫിന് വേണ്ടി ഒത്തുചേരുന്നു, സഅയിന് വേണ്ടി ഒത്തുചേരുന്നു. ലക്ഷക്കണക്കായ ആളുകളാണ് അവിടെ. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും പരസ്പരം ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. പിന്നെ അതുമായൊക്കെ പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. എല്ലാവർക്കും എല്ലാവരുടെയും സൗകര്യങ്ങൾ, ഓരോരുത്തർക്കും എന്നെ കൊണ്ട് മറ്റുള്ളവരുടെ സൗകര്യം മുടങ്ങാൻ പാടില്ല എന്നൊരു നല്ല മനസ്സോടെ തന്നെ നമുക്ക് ആ യാത്രയിൽ അല്ലെങ്കിൽ ആ വിവാദത്തിൽ, ആ ആരാധനയിൽ നമുക്ക് പങ്കുവയ്ക്കേണ്ടതുണ്ട്. അപ്പം അതിനെ കുറ്റമറ്റ രീതിയിൽ അറിയാനുള്ള അതൊരു അവകാശമാണ്. ആ അറിവാണിപ്പോൾ പൂക്കോട്ടൂരിലെ ഹജ്ജ് ക്യാമ്പിലൂടെ ഓരോ ഹജ്ജാജിക്കും ഇവിടെ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അബ്ദുൽ സമദ് ഖുദൂരി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് പാഠങ്ങൾ പറഞ്ഞു തരുന്നത്. കിതാബ് നോക്കി മാത്രം പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. ഹജ്ജിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അതിലൊക്കെ അനുഭവജ്ഞാനം പ്രധാനമാണ്. ആ അനുഭവജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നമുക്ക് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി പോകുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിട്ട് തന്നെ അവിടെ ചെയ്യാൻ സാധിക്കുകയും ഒരു ഹജ്ജാജിയുടെ ലക്ഷ്യം എന്നുള്ളത് മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജ് ചെയ്ത് തിരിച്ചെത്തുക എന്നുള്ളതാണ്. മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജ് എന്ന് പറയുമ്പോൾ ആ ഹജ്ജിൻ്റെ പ്രതിഫലം എന്നത് ഒരു പിഞ്ചു കുഞ്ഞ്, ജനിച്ചു വീഴുന്ന കുഞ്ഞിൻ്റെ പരിശുദ്ധി, നിഷ്കളങ്കമായൊരു കുഞ്ഞ്, ജനിച്ചു വീഴുന്ന കുഞ്ഞ് നിഷ്കളങ്കമായ ഒരവസ്ഥയിലാണല്ലോ വരുന്നത്. തികഞ്ഞും പരിശുദ്ധമായ, വളരെ നിഷ്കളങ്കമായ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയും. അതാണ് ഹജ്ജിന് ലഭിക്കുന്ന പ്രതിഫലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പം ആ പ്രതിഫലത്തിലേക്കാണ് ഈ ഹജ്ജ് ക്യാമ്പ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എല്ലാ നിലക്കും നല്ല നിലക്ക് ഹജ്ജും ഉംറയും മറ്റ് ആരാധനകളൊക്കെ നിർവഹിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാവിലെ 10 മണിക്ക് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി, P ഉബൈദുള്ള MLA, കുഞ്ഞിമോൻ കാക്കിയ, മുജീബ് പൂക്കോട്ടൂർ, മാതാപ്പുഴ മുഹമ്മദ് കുട്ടി ഹാജി, സൗദി നാഷണൽ KMCC നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയും സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ വഴിയും ഈ വർഷം യാത്ര തിരിക്കുന്ന 10,000-ഓളം ഹാജിമാർക്കാണ് ക്യാമ്പ് നടക്കുന്നത്. വിപുലമായ സജ്ജീകരണങ്ങളാണ് ക്യാമ്പിനായി സജ്ജീകരിച്ചിട്ടുള്ളത്. ആരോഗ്യ യാത്രാ നിർദ്ദേശങ്ങളും
പുണ്യഭൂമിയിൽ പാലിക്കേണ്ട കാര്യങ്ങളും അന്താരാഷ്ട്ര യാത്രാ നിയമങ്ങളും ക്യാമ്പിൽ വിശദീകരിച്ചു. വീട്ടിൽ നിന്നിറങ്ങി തിരിച്ചെത്തുന്നതുവരെയുള്ള കർമ്മങ്ങൾ വിശദമായി വിവരിക്കുന്ന ക്യാമ്പിന് മുൻ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അംഗം അബ്ദുസമദ് പൂക്കോട്ടൂരാണ് നേതൃത്വം നൽകുന്നത്. ഹാജിമാരുടെ സംശയങ്ങൾ തീർക്കാൻ പരിചയമുള്ള വളണ്ടിയർമാരുടെ സേവനവും ക്യാമ്പസിൽ ഒരുക്കിയിട്ടുണ്ട്. ക്യാമ്പ് ഞായറാഴ്ച വൈകുന്നേരം സമാപിക്കും. ന്യൂസ് ഡെസ്ക് MTN ന്യൂസ്. ഹൃദയം പറയും ആധാർ ഗോൾഡ്, കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്മാട്.